ഹായ്, നമ്മളപ്പോൾ ഇന്ന് പഠിക്കാൻ പോണത് ഇമേജ് ഫോർമേഷൻ ഇൻ ലെൻസസ് യൂസിങ് റേ ഡയഗ്രാമാണ്. ഇത് സിമ്പിളായിട്ട് നല്ലൊരു ട്രിക്കോട് കൂടി ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇമേജ് ഫോർമേഷന് നമ്മൾ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി വെല്ല് വെച്ച് ചെയ്യാണ്. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാവുമ്പോൾ ഇമേജ് ഫോർമേഷന് എങ്ങനെയാണെന്നുള്ളതിന് പ്രിൻസിപ്പൽ ആക്സിസ് വരക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഓരോന്നും മാർക്ക് ചെയ്യുന്നു. ഇത് ഒപ്റ്റിക് സെൻറ്റർ ഒ, ഇത് എഫ് ഫോക്കസ്, ഈ ഭാഗത്തേക്കുള്ളത് F1, ഈ ഭാഗത്തേക്കുള്ള F2 ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് 2F1 ആൻഡ് ദിസ് വൺ F2 ആൻഡ് ദിസ് വൺ 2F2. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒബ്ജക്റ്റാണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒബ്ജക്റ്റ് വരുമ്പോൾ ഇവിടെ നിന്നായിരിക്കും വരാം. ഒരു ലൈറ്റ് റേ വന്നു നമ്മളെ ലെൻസുമ്മ തട്ടി ഇങ്ങനെ ഫോക്കസിലൂടെ കടന്നു പോകും. ഓക്കെ, ലൈറ്റ് റേ വന്നു, ലെൻസുമ്മ തട്ടി ഫോക്കസിലൂടെ കടന്നുപോയി. ആൻഡ് വീണ്ടും ഒരു ലൈറ്റ് റേ വന്നു, ലെൻസുമ്മ തട്ടി ഫോക്കസിലൂടെ കടന്നുപോയി. ഇവിടുന്നും ഒരു ലൈറ്റ് റേ വന്നു, ലെൻസുമ്മ തട്ടി ഫോക്കസിലൂടെ കടന്നുപോയി. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഒരു പോയിൻ്റിൽ നിന്ന് ഈ ഒരു എല്ലാ ലൈറ്റ് റേയും കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് എവിടെയാണ്? ഫോക്കസിലാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒബ്ജക്റ്റിൽ ഇമേജ് അറ്റ് ഫോക്കസ്, അതുപോലെ തന്നെ അതൊരു പോയിൻ്റ് ഇമേജാണത്. ആൻഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇമേജ് റൈറ്റ് സൈഡിലാണെങ്കിൽ അത് റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ് ആവുമ്പോൾ അതെന്താവും? ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് റേയിൽ ഇമേജ് ഫോർമേഷൻ. ഇമേജ് അറ്റ് ഫോക്കസ്, പോയിൻ്റ് ഇമേജ് ആയിരിക്കും, റിയൽ ഇമേജ് ആയിരിക്കും ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഒബ്ജക്റ്റ് ബിയോണ്ട് 2F1. അതായത് 2F1ൻ്റെ ബിയോണ്ട്, അതായത് പുറകിലായിട്ടായിരിക്കും നമ്മൾ ഒബ്ജക്റ്റ് ഉള്ളത്. ഈ ബിയോണ്ട് 2F1 നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് ലെൻസിലോട്ട് വരുമ്പോൾ എവിടെയായിരിക്കും ഇമേജ് ഫോർമേഷൻ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യം ലൈറ്റ് റേ വന്ന് ലെൻസുമ്മ തട്ടി അത് ഏതിലൂടെ കടന്നു പോകും? ഫോക്കസിലൂടെ ഇങ്ങനെ കടന്നു പോകും അല്ലേ. നെക്സ്റ്റ് വണ്ണ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ ഒപ്റ്റിക് സെൻറ്ററിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഒബ്ജക്റ്റ് ബിയോണ്ട് 2F1. 2F1 പുറകിലായിട്ട് ഒബ്ജക്റ്റ് വരുമ്പോൾ, നമ്മൾ ലൈറ്റ് വരുമ്പോൾ എവിടെയായിരിക്കും ഇമേജ് ഫോർമേഷൻ? ഓക്കെ, അപ്പം ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇങ്ങനെ വന്ന് ലെൻസുമ്മ തട്ടിയിട്ട് ഏതിലൂടെ പോകും? F2, നമ്മൾ ഫോക്കസിലൂടെ ഇങ്ങനെ ലൈറ്റ് പോകും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ലൈറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് ഒപ്റ്റിക് സെൻറ്ററിലൂടെ ഇങ്ങനെ പോകും. ഇപ്പോൾ നോക്കി, ഈ രണ്ട് ലൈനും കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഇവിടെയാണ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇമേജ് ഫോർമേഷൻ എവിടെയാണ്? ഇമേജ് അറ്റ് ബിറ്റ്വീൻ F2 ആൻഡ് 2F2. F2ൻ്റെയും ആൻഡ് 2F2ൻ്റെയും ബിറ്റ്വീൻ, നടുവിലായിട്ടാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ. ആൻഡ് ഓൾസോ നമുക്കറിയാം റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം എടുക്കണമെന്ന് വെച്ചാൽ അത് റിയൽ ഇമേജാണ്. റിയൽ ആവുമ്പോൾ അത് ഇൻവേർട്ടഡ് ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇമേജ് ഫോം ചെയ്ത് നേരെയല്ല, ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ തല കുത്തനെയായിട്ടാണ് നമ്മൾ ഇമേജ് ഫോം ചെയ്തത്. അതുകൊണ്ട് ഇമേജ് ഡിമിനിഷ്ഡ് ആയെന്ന് പറയാം. ഡിമിനിഷ്ഡ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഒബ്ജക്റ്റ് അറ്റ് 2F1. 2F1 നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെയായിരിക്കും നമ്മൾ ഇമേജ് ഫോർമേഷൻ? സെയിം ആസ് ബിയോണ്ട് 2F1 പോലെ തന്നെ, പക്ഷേ നമ്മൾ 2F1 ഒബ്ജക്റ്റ് വെച്ചു എന്നുള്ളൂ. അപ്പം ലൈറ്റ് ഇങ്ങനെ വരും, ലെൻസുമ്മ തട്ടിയിട്ട് സെയിം ആസ് നമ്മൾ ഫോക്കസിലൂടെ ഇങ്ങനെ കടന്നു പോകും അല്ലേ. ഇനി നെക്സ്റ്റ് വരുന്ന ലൈറ്റ് ഒപ്റ്റിക് സെൻറ്ററിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ എവിടെയാണ് ഇമേജ് ഫോർമേഷൻ? രണ്ട് ലൈനും കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഇവിടെയാണ്. അതായത് 2F2ലാണ്
നമ്മൾ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇമേജ് അറ്റ് 2f2. ഇനി ഇത് റൈറ്റ് സൈഡിലാണല്ലോ ഇമേജ് ഫോം ചെയ്തത്, അപ്പോൾ എന്താണ്, റിയലാണ്. റിയൽ ആവുമ്പോൾ അത് ഇൻവേർട്ടഡ് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒബ്ജക്റ്റ് 2f1-ലാവുമ്പോൾ അത് സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഫോം ചെയ്ത ഇമേജ് എന്ന് പറയുന്നത് സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് ഇമേജും ഒബ്ജക്റ്റും സെയിം സൈസാണ്. ഓക്കെ, അടുത്തതാണ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2f1 ആൻഡ് f1. f1-ൻ്റെയും 2f1-ൻ്റെയും സെൻറ്ററിലായിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് വരുന്നത്. ഇവിടുന്ന് ലൈറ്റ് വരുമ്പോൾ എവിടെയായിരിക്കും നമ്മൾ ഇമേജ് ഫോർമേഷൻ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ലെൻസ് കുറച്ച് വലുതായിട്ട് വരക്കണേ. നമ്മൾ ലൈറ്റ് ഇതാ f1-ൻ്റെയും 2f1-ൻ്റെയും സെൻറ്ററിൽ നിന്ന് ലെൻസുമ്മ തട്ടിയിട്ട് നേരെ ഏത് കൂടെ പോവും, f2-ലൂടെ പോവും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ലൈറ്റ് നേരെ ഒപ്റ്റിക് സെൻറ്ററിലൂടെ ഇങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഇവിടെയാണ്. ഇവിടെ ആയിട്ടായിരിക്കും നമ്മൾ ഇമേജ് ഫോർമേഷൻ. അതായത് എവിടെയാണ്, ഇമേജ് ബിയോണ്ട് 2f2-ൻ്റെ പുറകിലായിട്ടാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ. ഇമേജ് ബിയോണ്ട് 2f2 ആൻഡ് ഓൾസോ റൈറ്റ് സൈഡിലായതുകൊണ്ട് അത് റിയൽ ഇമേജാണ്, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നോക്കി നോക്കൂ, ഒബ്ജക്റ്റിൻ്റെക്കാട്ടിലും ബിഗ് സൈസായിട്ടാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ മാഗ്നിഫൈഡ് ഇമേജ് എന്ന് പറയും. മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ വലിയ ഇമേജ് എന്നാണ് അർത്ഥം, മാഗ്നിഫൈഡ് ഇമേജ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഒബ്ജക്റ്റ് അറ്റ് f1. f1-ലാണ് നമ്മൾ ഇപ്രാവശ്യം ഒബ്ജക്റ്റ് വെക്കുന്നത്. ഇവിടുന്ന് വരുന്ന ലൈറ്റ് നേരെ ലെൻസുമ്മ തട്ടും, ഫോക്കസിലൂടെ പോകും. ആൻഡ് നെക്സ്റ്റ് വരുന്ന ലൈറ്റ് ഒപ്റ്റിക് സെൻറ്ററിലൂടെ ഇങ്ങനെ പോകും അല്ലേ. ഓക്കെ, ഇങ്ങനെ പോകും. ഇത് നോക്കിയേക്കേ, ഇത് കൂട്ടിമുട്ടണില്ല, ഇത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് എവിടെയോ ചെന്നായിരിക്കും കൂട്ടിമുട്ടണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമേജ് എവിടെയായിരിക്കും, ഇമേജ് അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. ആൻഡ് ഓൾസോ നമുക്കറിയാം ഇത് റൈറ്റ് സൈഡിലാണ്, അതുകൊണ്ട് റിയൽ ഇമേജാണ്. റിയൽ ഇമേജ് ആകുമ്പോൾ അത് ഇൻവേർട്ടഡ് ആണ്. ആൻഡ് ഓൾസോ ഇതിങ്ങനെ വൈഡായി പോകും തോറും അത് നല്ല വലുപ്പം ഉണ്ടാവും അല്ലേ ആ ഇമേജ്. അപ്പോൾ നമുക്ക് പറയാം ഹൈലി മാഗ്നിഫൈഡ് ആണ് ആ ഇമേജ്, ഹൈലി മാഗ്നിഫൈഡ്. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കിക്കേ, ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ ഓഫ് f1 ആൻഡ് o എന്ന് പറയുന്നത് നമ്മൾ ഒപ്റ്റിക് സെൻറ്റർ. അപ്പോൾ f1-ൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഇമേജ് ഫോർമേഷൻ എവിടെ നോക്കാം. ലൈറ്റ് ഇതാ ലെൻസുമ്മ തട്ടി ഫോക്കസിലൂടെ ഇങ്ങനെ പോകും. നെക്സ്റ്റ് ലൈറ്റ് ഒപ്റ്റിക് സെൻറ്ററിലൂടെ ഇങ്ങനെ പോകും. ഇതും അങ്ങനെ പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇത് ഇങ്ങനെ നമ്മൾ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു പോയിന്റിൽ ഇത് കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും, ബിയോണ്ട് 2f1 ആയിരിക്കും വരും. ഓക്കെ, ഈ സൈഡിലല്ല ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ എന്താണ്, ഇമേജ് ബിയോണ്ട് 2f1-ന് പുറകിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുക. ആൻഡ് ഓൾസോ നമുക്കറിയാം ഇത് റൈറ്റ് സൈഡിലല്ല ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇമേജ് ഫോം ചെയ്യുമ്പോൾ അതിനെ വെർച്വൽ ഇമേജ് എന്നാണ് നമ്മൾ വിളിക്കുക, വെർച്വൽ ഇമേജ്. ആൻഡ് വെർച്വൽ ഇമേജ് ആകുമ്പോൾ അത് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ്. ആൻഡ് ഓൾസോ ഇത് ഒബ്ജക്റ്റിനെക്കാട്ടിലും വലിയതായിട്ടാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ, അതുകൊണ്ട് മാഗ്നിഫൈഡ് ഇമേജ്. ഇനി ഇതൊക്കെ നമ്മളൊന്ന് ശരിക്കും റിമെമ്പർ ചെയ്യാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചേ. 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ് കേട്ടോ, ഈ നമ്പേഴ്സ് ഒബ്ജക്റ്റാണ്. അപ്പം ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, 2 എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ബിയോണ്ട് 2f1, 3 എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് അറ്റ് 2f1, 4 എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ ഓഫ് f1 ആൻഡ് 2f1, 5 ഒബ്ജക്റ്റ് അറ്റ് f1 ആൻഡ് 6 എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ ഓഫ് ഒപ്റ്റിക് സെൻറ്റർ ആൻഡ് f1. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, ഇമേജ് ഫോർമേഷൻ ഇങ്ങനെയായിരിക്കും വരാം.
ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇമേജ് ഫോർമേഷൻ F2ലായിരിക്കും വരിക. 1 അപ്പം നമ്മൾ ഇവിടെ ഇടാം. ഇത് എക്സാമിന് എഴുതരുത്, എക്സാമിന് റിമെമ്പർ ചെയ്യാനും വേണ്ടി കണ്ടുള്ളൊരു ട്രിക്ക് മാത്രമാണ്. ആൻഡ് 2 ഇവിടെ ആയിരിക്കും, ആൻഡ് 3 ഇവിടെ ആയിരിക്കും, 4 ഇവിടെ ആയിരിക്കും, ആൻഡ് 5 ഇവിടെ. ആൻഡ് ഓൾസോ 6 എന്ന് പറയുന്നത് 4ൻ്റെ നേരെ മുകളിലായിട്ടായിരിക്കും. അപ്പം ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇമേജ് ഫോർമേഷൻ അറ്റ് F2 ആയിരിക്കും. ഈ ബിയോണ്ട് 2F1 ആവുമ്പോൾ എവിടെ ആയിരിക്കും? ഇൻ ബിറ്റ്വീൻ ഓഫ് F2 ആൻഡ് 2F2, ഇങ്ങോട്ട് താഴത്തോട്ടായിരിക്കും ഇമേജ് ഫോർമേഷൻ. ആൻഡ് ഒബ്ജക്റ്റ് അറ്റ് 2F1 ആകുമ്പോൾ ഒബ്ജക്റ്റ് 2F2 ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ ഓഫ് F1 ആൻഡ് 2F1 4ലാവുമ്പോൾ ഇവിടെ താഴോട്ട് ബിയോണ്ട് 2F2 ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഒബ്ജക്റ്റ് അറ്റ് F1 ആകുമ്പോൾ ഇമേജ് ഉണ്ടാവുക ഇൻഫിനിറ്റി, അതായത് താഴോട്ടായിരിക്കും, ഇൻഫിനിറ്റിയിലായിട്ടായിരിക്കും. ആൻഡ് ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ ഓഫ് ഒപ്റ്റിക് സെൻറ്റർ ആൻഡ് F1 ആകുമ്പോൾ നമ്മൾ ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടായിരിക്കും ഉണ്ടാവുക.